തായിസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും. ഞാനൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന ആട്ടോ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 3 സ്പൂണ് സാദാ മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ബിരിയാണി മസാല, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 സ്പൂണ് സുർക്ക, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. എന്നിട്ട് ഒരു ചട്ടി വെച്ച് കൊടുക്കുക. അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ ചിക്കൻ ഇട്ടിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഒരു കുക്കർ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഈ പൊരിച്ച ഓയിലിൽ നിന്ന് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 4 ഉള്ളി അരിഞ്ഞതാട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിനൊരു ലേശം ഉള്ളി ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഒരു 4 തക്കാളി അരിഞ്ഞത്, ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് ഒരു 2 സ്പൂണ് വീതം അതും കൂടെ ഇട്ടിട്ട് ഒരു വിസിൽ വരുത്തിയെടുക്കണം കേട്ടോ. ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെമ്പ് വെച്ച് കൊടുക്കുക. അതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ, 2 സ്പൂൺ ഓയിൽ. അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ ഇട്ട് കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ച ഉള്ളിയും കൂടെ ഇട്ട് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഏത് പാത്രത്തിലാണോ അരി എടുക്കുന്നത് അതിന് 2 പാത്രം വെള്ളമാട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. കുറച്ച് ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ച് അത് നല്ലോണം തിളച്ച് വരട്ടെ. മസാല ഇടാൻ വേണ്ടി ഒരു ചെമ്പ് വെച്ച് കൊടുത്ത് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കുക്കറിൽ വേവിച്ച് വെച്ചത് ആ ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 സ്പൂണ് ബിരിയാണി മസാല ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് പുളിക്ക് ആവശ്യമുള്ള തൈര് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് സുർക്കയും കൂടെ ഒഴിച്ച് കൊടുത്ത് മല്ലിച്ചപ്പും പുതിനയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റി കൊടുക്കുക. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ആ ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി അടച്ചു വെക്കുക. അരീൻ്റെ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് ഇവിടെ വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുക്കുക. കളർ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മഞ്ഞൾപ്പൊടി കലക്കിയതാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കുറച്ച് മല്ലിച്ചപ്പ് പുതിന ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് അത് ചെറിയ തീയിൽ വെക്കട്ടെ. അപ്പോൾ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്.